കഴിഞ്ഞ ദിവസം എനിക്കൊരാള് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല. മാത്സിലാണെങ്കി കുറച്ച് വീക്കുമാണ്. ഇനിയിപ്പോ ഏതാണ്ട് 30 ദിവസം മാത്രമല്ലേ ബാക്കിയുള്ളൂ. ഇനി പഠിച്ചാ ഡിഗ്രി ലെവൽ പ്രിലിംസ് കിട്ടോ? ഇനിയിപ്പോ പ്രിലിംസ് കിട്ടിയെന്ന് തന്നെ ഇരിക്കട്ടെ. റാങ്ക് ലിസ്റ്റിന്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് മെയിൻസിന് ശേഷം എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ജോലി കിട്ടോ? ഇവിടെ PSCയില് 1ാം റാങ്കുകാരിക്ക് പോലും ജോലി കിട്ടുന്നില്ലല്ലോ. ഇനിയിപ്പോ പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ 1 മിനിറ്റ് ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. ആദ്യം തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ക്രാക്ക് ചെയ്യുന്നതിന്റെ കാര്യം. നിങ്ങൾ ഇനി പഠിച്ചാലും 30 ദിവസങ്ങൾ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഏത് മേഖലയിൽ വീക്കാണെങ്കിലും ആ വീക്ക്നെസ്സുകൾ കുറയ്ക്കാനായിട്ട് നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസ് തീർച്ചയായും ക്രാക്ക് ചെയ്യാൻ കഴിയും. ഇനി നിയമനത്തിന്റെ കാര്യം. നിങ്ങൾ മിക്കവാറും വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. 1ാം റാങ്കുകാരിക്ക് പോലും ജോലി കിട്ടുന്നില്ല. റാങ്ക് ഹോൾഡേഴ്സ് എല്ലാം സമരം ഇരിക്കുകയാണ്. ഇവിടെ നിയമനങ്ങളില്ല. PSC പഠിക്കാതിരിക്കുന്നതാണ് നല്ലത്. മറ്റേതെങ്കിലും പരീക്ഷയ്ക്ക് പഠിക്കുന്നതാണ് നല്ലതെന്നൊക്കെ. ഞാൻ നിങ്ങൾക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ലേറ്റസ്റ്റ് അഡ്വൈസിന്റെ PSC ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള റെക്കോർഡ്സ് കാണിച്ചു തരാം. ദേ ഇതൊന്ന് നോക്കിയേ. ഇപ്പൊ നിലവിലുള്ള ലിസ്റ്റിലുള്ള അഡ്വൈസുകളാണ്. 2024 മാർച്ച് 13-നാണ് ഈ ലിസ്റ്റ് നിലവിൽ വന്നത്. അടുത്ത വർഷം മാർച്ച് വരെ ഉണ്ട്. ഈ ലിസ്റ്റ് കഴിയുമ്പോൾ അടുത്ത ലിസ്റ്റിലേക്കാണ് നിങ്ങൾ ഈ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് എഴുതുന്നത്. ഒന്ന് നോക്കിയേ, എത്ര അഡ്വൈസുകൾ ഉണ്ട് മൊത്തത്തിൽ? 2213 അഡ്വൈസുകളുണ്ട്. ശരിയാണ്, ഇതിൽ കുറച്ച് NJDയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സമ്മതിച്ചു. ഇനി നിങ്ങൾക്ക് 1ാം റാങ്ക് കിട്ടിയിട്ടും ജോലി കിട്ടാതിരിക്കോ? ഇല്ല. കാരണം ദേ ഈ ലിസ്റ്റില് ഈ വിവാദങ്ങളൊക്കെ ഉള്ള സമയത്ത് അവസാനം, അതായത് ഈ മാർച്ച് 19 അവസാനം അഡ്വൈസ് നടന്ന ആ ഒരു അഡ്വൈസില് 1824 വരെ ഓപ്പൺ കാറ്റഗറിയിൽ റാങ്ക് ഉള്ളവർക്ക് ജോലി ലഭിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളെ റാങ്ക് 1824 ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ളൊരു ലിസ്റ്റാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ലിസ്റ്റ്. അതുകൊണ്ടാണ് ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് ക്രൂഷ്യൽ ആണെന്ന് പറയുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആള് UPSCക്ക് ഫോക്കസ് ചെയ്യുന്ന ആളായിരുന്നു. ആള് UPSC പ്രിപ്പയർ ചെയ്യുന്നതിന്റെ തിരക്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എഴുതിയില്ല. പിന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ലിസ്റ്റിൽ പെട്ടു, LSGIയുടെ ലിസ്റ്റിൽ പെട്ടു, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ടോപ്പ് റാങ്ക് ഒന്നും കിട്ടില്ല. ആൾക്ക് അവിടെ ഒന്നും ജോലി കിട്ടാനുള്ള സാധ്യതയില്ല. ആള് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എഴുതിയിരുന്നെങ്കിൽ ചിലപ്പോൾ 1500 റാങ്കിലായിരുന്നെങ്കിൽ പോലും ആൾക്ക് ജോലി കിട്ടിയാനെ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് നിങ്ങൾ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യണം. നിങ്ങളിൽ പലരും ഈ പരീക്ഷയെ കുറിച്ചിട്ടുള്ള പ്രതീക്ഷ എല്ലാം കളഞ്ഞിട്ട് ഇനി വരുന്ന പരീക്ഷകൾക്ക് പഠിക്കാം, ഇനി ഏത് നോട്ടിഫിക്കേഷനാ വരിക എന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, 30 ദിവസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ഇതിലും മികച്ച അവസരം ഈ അടുത്തൊന്നും വരില്ല. ഈ ഒരു 30 ദിവസങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കാനായിട്ടുള്ള സ്റ്റഡി പ്ലാൻ മാത്രമല്ല, സ്റ്റഡി ടൈം ടേബിൾ അടക്കമാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കാനായിട്ട് ഇതിൽ കുറേയധികം പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഫേക്ക് സ്ട്രാറ്റജി എന്നുള്ളത് നിങ്ങളൊരു ജോലിക്കാരനാണെങ്കിൽ ജോലിയിൽ പോയിട്ട് എങ്ങനെയാ ജോലി ചെയ്യുക അതുപോലെ പഠിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ തിയേറ്റർ മോഡ്, നമ്മുടെ തിയേറ്ററിൽ സിനിമയുടെ പല ഷോകൾ ഓടില്ലേ, അതുപോലെ നമ്മളുടെ സ്റ്റഡി സെഷൻസ് സെറ്റ് ചെയ്യുന്നതാണ്. പൊമഡോറോ മെത്തേഡ്, 25 മിനിറ്റ് കൂടുമ്പോൾ ബ്രേക്ക് എടുക്കുന്ന മെത്തേഡ്. അതിൻ്റെ കൂടെ ഹാബിറ്റ് സ്റ്റാക്കിംഗ്, നമ്മുടെ ഓൾറെഡി ഉള്ള ഹാബിറ്റ്സിൻ്റെ കൂടെ നമ്മൾ ഈ പഠനം ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ പോലും അറിയാതെ ഇത് നമ്മുടെ റുട്ടീൻ്റെ ഭാഗമാക്കുന്ന രീതി, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ന്യൂറോ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ടൈം ടേബിൾ ആണ്. ഇതിൽ നിങ്ങൾ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ദിവസവും 2 ഹോട്ട് ടോപ്പിക്കുകൾ. ഓരോ ദിവസവും നോക്കേണ്ട ഹോട്ട് ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ആ ഒരു ഹോട്ട് ടോപ്പിക്കുകളുടെ ലിസ്റ്റ് ഓരോ ദിവസവും നോക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. താഴെ നിങ്ങൾ കേരള PSC ഹോട്ട് ടോപ്പിക്സ് എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. അതിൻ്റെ കൂടെ നിങ്ങൾ 2 to 3 hours മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നോക്കുക. അതോടൊപ്പം തന്നെ PYQ പ്രാക്ടീസ് ചെയ്യുക. പ്രത്യേകിച്ച് MEMൻ്റെതായിട്ടുള്ള PYQ പ്രാക്ടീസ് നമ്മളെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ എന്നും നടക്കുന്നുണ്ട്. അതും വളരെ സിമ്പിളായിട്ട് രാവിലെ 5 ചോദ്യം, ഉച്ചയ്ക്ക് 10 ചോദ്യം, രാത്രി 5 ചോദ്യം. ആ ഒരു ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനായിട്ട് ലിങ്ക് പിൻഡ് കമൻസിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. ഇതിൻ്റെ ഒപ്പം നിങ്ങൾ റിവൈസ് ചെയ്യുക. എങ്ങനെ അതിന് സമയം കണ്ടെത്തണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം.
ഒരു ഫുൾ ടൈം ആസ്പിറൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം 12 മണിക്കൂർ വരെ പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ സ്റ്റഡി ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇനി ഹോം മേക്കറോ വർക്കിംഗ് ആസ്പിറൻ്റോ ആണെങ്കിൽ 3 to 4 മണിക്കൂർ എഫക്റ്റീവായി പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇതേ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. നിങ്ങൾ അങ്ങനെ പഠിക്കുന്ന സമയത്ത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് AI സെഷൻസ് എന്നുള്ളത്. നിങ്ങൾക്ക് 10 ഇരട്ടി വേഗത്തിൽ ഏറ്റവും മികച്ച സ്ട്രക്ചറിൽ പഠിക്കണമെങ്കിൽ ഒരു AI ബേസ്ഡ് ലേണിംഗ് 30 ഡേയ്സ് റെസ്ക്യൂ പ്ലാൻ നമ്മളെ ആപ്പിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങളുടെ സ്റ്റഡി ടൈം ടേബിൾ പറഞ്ഞു തരാം. നിങ്ങൾ ഈ സ്റ്റഡി ടൈം ടേബിൾ ഫോളോ ചെയ്യുമ്പോൾ എൻഷ്യൂർ ചെയ്യേണ്ട ഒരു കാര്യം, തലേ ദിവസം തന്നെ ഈ സ്റ്റഡി ടൈം ടേബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതിനുള്ള പ്ലാൻ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. നിങ്ങൾ മനസ്സുകൊണ്ട് റെഡി ആയിരിക്കണം. ഡെയിലി ചെക്കിൻസ് എന്നും എഴുതണം. നമ്മളെ മെൻറ്റർഷിപ്പിലൊക്കെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഈ ഡെയിലി ചെക്കിൻ്റെ ഫോർമാറ്റും നമ്മളെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആ മെറ്റീരിയൽ വേണമെങ്കിൽ താഴെ ഡെയിലി ചെക്കിൻ കേരള PSC എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഒപ്പം നിങ്ങൾ പഠിക്കാനിരിക്കുന്ന നേരവും പഠനത്തിൽ നിന്ന് മാറി നിൽക്കുന്ന നേരവും ഓരോ ദിവസവും ട്രാക്ക് ചെയ്യണം. ട്രാക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. എനിക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് റാങ്ക് ലഭിച്ചതിനെ കുറിച്ചിട്ടുള്ള വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈം ട്രാക്കിംഗ് പ്രത്യേകിച്ച് അവസാനത്തെ മാസത്തിൽ വളരെയധികം ഹെൽപ്ഫുൾ ആണെന്നുള്ള കാര്യം. ഇനി ഇതേ സ്റ്റഡി ടൈം ടേബിളിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ ഹാബിറ്റ് സ്റ്റാക്കിംഗ് ആണ്. ഈ ഹാബിറ്റ് സ്റ്റാക്കിങ്ങിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ഹാബിറ്റ്സുമായിട്ട് നമുക്ക് പഠനത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾ ആദ്യം തന്നെ എൻഷ്യൂർ ചെയ്യേണ്ടത് പല്ല് തേച്ച് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ഒരു ടോപ്പിക്കെങ്കിലും പഠിക്കാനിരിക്കണം. പല്ല് തേച്ച് കഴിഞ്ഞ് അപ്പോൾ തന്നെ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ തന്നെ പഠനത്തിലോട്ടൊരു കിക്ക് സ്റ്റാർട്ട് ലഭിക്കും. അതുമാത്രമല്ല അപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ലഭിക്കും. രാവിലെ നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് പിന്നീടുള്ള സമയം ആ ദിവസം മൊത്തം പഠിക്കാനുള്ള ഒരു ഇൻസ്പിറേഷനായിട്ട് മാറും. പിന്നെ നമ്മളുടെ ടെലിഗ്രാം ചാനലിലുള്ളതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സമയത്ത് ഇംഗ്ലീഷ് PYQ നോക്കുക, ഉച്ചയ്ക്ക് മാത്സിൻ്റെ PYQ നോക്കാനുള്ളത് നമ്മളെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യും. അത് പ്രാക്ടീസ് ചെയ്യുക. ഡിന്നറിൻ്റെ ഒപ്പം മലയാളം PYQ നോക്കുക. അതോടൊപ്പം തന്നെ നമ്മളെ സെഷൻസ് മുന്നോട്ട് കൊണ്ടുപോകണം. ഫുൾ ടൈം ആസ്പിറൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ 4 സെഷൻസ് ആണ് കണ്ടെത്തേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ ഫേക്ക് സ്ട്രാറ്റജി എന്ന്. അതായത് നിങ്ങൾ ജോലിക്കാരാവാനല്ല ആഗ്രഹിക്കുന്നത്. അപ്പോൾ ജോലിക്കാരാവണമെങ്കിൽ ജോലിക്കാരെങ്ങനെയായിരിക്കുമോ വർക്ക് ചെയ്യുക അതുപോലെ ഇപ്പോഴേ വർക്ക് ചെയ്യുക. നിങ്ങൾ 9 മണിയാകുമ്പോഴേക്കും റെഡിയായി ഓഫീസിലേക്ക് പോയിട്ടുണ്ടാവും അല്ലേ? ഓഫീസിൽ നിങ്ങൾ 9 മണിക്ക് റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ വർക്ക് തുടങ്ങും. അതുപോലെ 9 മണിക്ക് നിങ്ങൾ പഠനത്തിനായിട്ട് റിപ്പോർട്ട് ചെയ്യണം. സെഷൻ 1 നമ്മളുടെ തിയേറ്ററിലെ ആദ്യത്തെ ഷോ പോലെയാണ്. 3 മണിക്കൂറിൻ്റെ ഷോ 9 മണി മുതൽ 12 മണി വരെ നിങ്ങൾ ഹോട്ട് ടോപ്പിക്സ് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ജോലി സ്ഥലത്തെ പോലെ 1 അവർ ബ്രേക്ക് എടുക്കുക. 1 മണി മുതൽ 4 മണി വരെ നിങ്ങൾ മോക്ക് ടെസ്റ്റുകളും PYQ പ്രാക്ടീസും ചെയ്യുക. മോക്ക് ടെസ്റ്റുകളും PYQ പ്രാക്ടീസും എന്തുകൊണ്ട് 1 മണി മുതൽ 4 മണി വരെ എടുക്കണം എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പ്രത്യേകിച്ച് വെക്കേഷൻ സമയങ്ങളിൽ നടക്കുമ്പോൾ ഈ ഒരു സമയത്താണ് നടക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതേ സമയത്ത് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എടുക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള മോക്ക് ടെസ്റ്റുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ തന്നെ മോക്ക് ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 50 ഹോട്ട് ടോപ്പിക് ടെസ്റ്റുകളും 20 സബ്ജക്ട് വൈസ് ടെസ്റ്റുകളും 5 ഫുൾ ലെങ്ത് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയും. തിയേറ്ററിലെ പോലെ മൂന്നാമത്തെ ഷോ സെഷൻ 3 ഒരു ടീ ബ്രേക്കിന് ശേഷം 5 മണിക്ക് തന്നെ തുടങ്ങണം. ഹോട്ട് ടോപ്പിക്സ് ആണ് നിങ്ങൾ വീണ്ടും പഠിക്കേണ്ടത്. സെഷൻ 4ലാണ് 9 മണി മുതൽ 12 മണി വരെയുള്ള സമയത്ത് നിങ്ങൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നോക്കേണ്ടതും അതുപോലെ തന്നെ റിവൈസ് ചെയ്യേണ്ടതും. ഇനി നിങ്ങൾ ഹോം മേക്കേഴ്സ് ആണ് അല്ലെങ്കിൽ വർക്കിംഗ് ആസ്പിറൻസ് ആണെങ്കിൽ നിങ്ങൾ 2 സെഷൻസ് എടുത്താൽ മതി. സെഷൻ 1 ഹോട്ട് ടോപ്പിക്സ് പഠിക്കുക 3 മണിക്കൂർ. 2 ഹോട്ട് ടോപ്പിക്കുകളാണ് നിങ്ങൾ പഠിച്ചു തീർക്കേണ്ടത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ചു തീർക്കാനായിട്ട് നിങ്ങൾക്ക് AI സെഷൻസ് നമ്മളുടെ ആപ്പിൽ ആക്സസ് ചെയ്യാവുന്നതാണ്. സെഷൻ 2ൽ MEM ഒരു 1 to 1.5 hours എന്നുള്ള ടൈമിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ കൂടെ ഹാബിറ്റ് സ്റ്റാക്കിങ്ങിലുള്ള PYQ പ്രാക്ടീസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇത്രയും നിങ്ങൾ ചെയ്താൽ മതി. ഒപ്പം നിങ്ങൾ കിടക്കുന്നതിന് മുൻപ് 30 മിനിറ്റ് നേരം നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. ഇവിടെ 2 കേസിലും റിവിഷൻ ഞാൻ കിടക്കുന്നതിന് തൊട്ട് മുൻപ് വയ്ക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് അന്നേരം റിവൈസ് ചെയ്ത് നിങ്ങൾ കിടക്കാൻ നേരത്ത് നിങ്ങൾ ഈ റിവൈസ് ചെയ്ത കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർമ്മയിൽ അത് കൂടുതൽ കാലം നിൽക്കും. ഇത് ഗവേഷണത്തിലൂടെ കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. അതായത് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്
അത് നിങ്ങൾക്ക് കൂടുതൽ കാലത്തേക്ക് ഓർമ്മയിൽ നിൽക്കും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരിക. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചെറിയ ട്വീക്കുകൾ വരുത്താം. അതായത് തിയേറ്ററിൽ ഇപ്പോൾ ചില സാഹചര്യങ്ങളിൽ 3 ഷോയേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ 2 ഷോയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് കുറയ്ക്കാം. ഇനി ഈ ഷോകളുടെ സമയം തന്നെ നിങ്ങൾക്ക് പല സമയത്ത് വയ്ക്കാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് രാവിലെ പറ്റില്ലെങ്കിൽ നിങ്ങളിതേ 1 മണി 4 മണി 5 മണി 8 മണി 9 മണി 12 മണി അങ്ങനെ 3 ഷോകൾ അഥവാ 3 സെഷൻസ് മാത്രം മതി. ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഗുണം പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ചു പോകാൻ കഴിയും എന്നുള്ളതാണ്. ഈ ഒരു സ്റ്റഡി പ്ലാൻ ഈ ഒരു അവസാന മാസം നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന നേരം നിങ്ങൾക്ക് മികച്ച രീതിയിലുള്ള ഗൈഡൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കുറേയധികം പ്രഷറും ടെൻഷനും ഒക്കെ വരുന്ന സമയമാണ്. അതുകൊണ്ട് ഒരു മെന്റർഷിപ്പ് ബാച്ച് ഫൈനൽ മന്തിലേക്കായിട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട്. കുറച്ച് നാളായിട്ട് മെന്റർഷിപ്പ് ബാച്ചിലേക്ക് അഡ്മിഷൻസ് എടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ ഒരു അവസാന മാസത്തേക്ക് നിങ്ങൾക്ക് മെന്റർഷിപ്പ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡെയിലി ചെക്ക് ഇൻ ഫീഡ്ബാക്ക് ലഭിക്കുന്നതാണ്. ഈ ചെക്ക് ഇൻ ചെക്കൗട്ടുകളൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വീക്ക്ലി മെന്റർഷിപ്പ് സെഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. PYQ അനാലിസിസ് ഉണ്ടായിരിക്കുന്നതാണ്. ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കുന്നതാണ്. എലിമിനേഷൻ മാസ്റ്റർ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ പരീക്ഷയെ ചുറ്റിപ്പറ്റിയുള്ള പേടിയും അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റും ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് എക്സാം മാനേജ്മെന്റ് സെഷൻസും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഒരു മെന്റർഷിപ്പ് ബാച്ച് നമ്മുടെ ആപ്പിൽ 90 ഡേയ്സ് ബാച്ചോ 75 ഡേയ്സ് ബാച്ചോ 30 ഡേയ്സ് സ്റ്റഡി പ്ലാനോ എടുത്തിട്ടുള്ളവർക്ക് മാത്രമായിട്ടുള്ളതാണ്. ഒപ്പം നമ്മുടെ ലിബറേറ്റ് ബാച്ചിൽ ഉണ്ടായിരുന്നവർക്കും ഇതിൽ ജോയിൻ ചെയ്യാം. ഈ ഒരു അവസാന മാസത്തിൽ നിങ്ങൾക്കൊരു മെന്റർഷിപ്പ് വളരെയധികം പ്രാധാന്യമേറിയതാണ്. പ്രത്യേകിച്ച് ഇത്രയും മികച്ച ഒരു അവസരം മുന്നിൽ നിൽക്കുമ്പോൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെന്റർഷിപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾ ഈ ഒരു അവസരം ഒരിക്കലും മിസ്സാക്കരുത്. ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ ഉപയോഗിച്ച് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പഠിച്ചു പോവുക. ആ ഹോട്ട് ടോപ്പിക്കുകൾ പഠിച്ച് തീർത്തു എന്ന് ഉറപ്പുവരുത്തുക. MEMൽ ഏറ്റവും മികച്ച രീതിയിൽ പഠിച്ച് ഒരു 30 മാർക്കെങ്കിലും ഉറപ്പുവരുത്തുക. അപ്പോൾ GKയിൽ ഒരു 20 മാർക്കും MEMൽ ഒരു 30 മാർക്കും ആയിട്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റിനെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഉറപ്പാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. ബൈ.